എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ചന്ദ്രമതിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സച്ചി നിൽക്കുവാണ്. അങ്ങനെ മുറിയൊന്നും കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാണ്. വേണമെങ്കിൽ വേറെ ആരുടെങ്കിലും മുറി കൊടുക്കട്ടെ, ഞങ്ങളുടെ മുറി മാത്രം ഉള്ളൂന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, സച്ചേണ്ട ഒന്നും മിണ്ടായിരിക്കാൻ പറയണം. ദേ രേവതി, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട, പറഞ്ഞു കേട്ടല്ലോ. ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, രേവതി നീ പറഞ്ഞോണ്ടല്ല ഞാൻ സമ്മതിച്ചെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് സച്ചിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് രേവതി പറഞ്ഞു, ഇങ്ങോട്ട് വന്നേന്ന് പറയണേ. എങ്ങോട്ട് എങ്ങോട്ട് പോകാനായിട്ടാ? ഇങ്ങോട്ട് വാ സച്ചേട്ടാന്ന് പറഞ്ഞു ഒരു വീട്ടിൽ അങ്ങോട്ട് മുറിയിലേക്ക് മാറ്റിക്കൊണ്ട് പോവാണ്. എന്താ കാര്യം? എന്താ നീ കാര്യം എന്താന്ന് പറ. അത് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു അമ്മയോട്. ഓഹോ, അപ്പൊ നീയും കൂടി ആലോചിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളായിരുന്നു ഇതെല്ലാം. അപ്പൊ ഇവിടെ എനിക്ക് എന്താ ഒരു വിലയെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞ സച്ചേനോട് വിളിച്ചു ചോദിക്കാൻ അമ്മയോട്. പക്ഷേ എങ്കിൽ അമ്മ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞോണ്ടാ എന്ന് പറയാണ്. ഇപ്പൊ എല്ലാം മനസ്സിലായി. നിന്നെ അമ്മ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. ദേ അമ്മ പറയുന്ന പുന്നാര വാക്കുകളൊക്കെ കേട്ടിട്ട് നീ അതിനകത്ത് അങ്ങോട്ട് മയങ്ങി വീണിട്ടുണ്ടെങ്കിൽ ദേ അനുഭവിക്കാൻ പോകുന്ന നീയാ. സച്ചേട്ടാ കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് വന്നിരിക്കല്ലേ അവര്. അപ്പൊ അവരുടെ ആദ്യരാത്രിയും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, ശാന്തി മുഹൂർത്തം കുറിക്കണ്ടേ. അപ്പൊ പിന്നെ അവരെങ്ങനെയാ, അവർക്ക് കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ അത് ആദ്യമേ ഓർക്കണായിരുന്നു. ഒളിച്ചോടി പോയപ്പോ ഓർക്കണായിരുന്നു, ഇപ്പോഴായിരുന്നല്ലോ ഓർക്കേണ്ടിയിരുന്നേ. അങ്ങനെയല്ലോ സച്ചേട്ടാ, ഒരു മര്യാദയില്ലേ. ഇപ്പൊ ഇവിടെ കിടന്ന് എന്തേലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അച്ഛന്റെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കേ. അച്ഛനും ഭയങ്കര വിഷമമാവും. പിന്നെ സുധിയും വർഷം എന്തായാലും മുറി വിട്ടുതരാൻ പോകുന്നില്ല. അവരും മുറി വിട്ടു തരട്ടെ. അവനല്ലേ ആദ്യം ഒളിച്ചോടി പോയത്, അച്ഛന്റെ പൈസയായിട്ട് പോയവനല്ലേ അവന്. അവൻ വേണ്ടേ മുറി വിട്ടു കൊടുക്കാനെന്ന് ചോദിക്കാം. വേണ്ട സച്ചേട്ടാ, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട. രേവതി, നീ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ താണു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവസാനം നിന്റെ തലയിൽ കയറുന്ന അവര് നിരങ്ങും. നീ ആരും വല്ലാതായിപ്പോ. അതൊക്കെ എനിക്കറിയാം സച്ചേട്ടാ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എനിക്കിതൊക്കെ കണ്ടിട്ട് വെറുതെ ഇരിക്കാണ്ട് പറ്റില്ല. അവരെന്താന്ന് ചെയ്യട്ടെ, നമ്മളങ്ങോട്ട് മാറിക്കൊടുക്കാം. ഒരു 3-4 ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. 3-5 ദിവസമോ? അതിങ്ങനെ ആദ്യരാത്രി ശാന്തി മുഹൂർത്തമല്ലോ, ഒറ്റ ദിവസമല്ലേ ഉള്ളൂ. ഈ 3-4 ദിവസത്തെ കണക്കെന്താ? അതെനിക്ക് മനസ്സിലാവുന്നില്ലോ എന്ന് പറയാം. അത് പിന്നെ സച്ചേട്ടാ, അത് പിന്നെ വേണ്ട കൂടുതലൊന്നും പറയണ്ട. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ പറഞ്ഞേക്കാം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു ദിവസം മാത്രമേ കൊടുക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് മുറി എടുത്തിട്ടുണ്ടോ എന്റെ സ്വഭാവം മാറുമെന്ന് പറയാം. പിന്നെ എന്താന്ന് വെച്ചാൽ അവര് ചെയ്തോണം. ടെറസിലോ ഹാളിലോ എവിടെയാന്ന് വെച്ചാൽ പോയി കിടന്നോണെന്ന് പറയാം. അവസാനം രേവതി പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു. എന്നാ ശരി, ഞാൻ മുറിയിലേക്ക് പോട്ടെ എന്ന് പറയണം. എന്തിനാ മുറിയിലേക്ക് പോണേ? ഇപ്പൊ മുറിയിലേക്ക് പോകണ്ടല്ലോ എന്ന് പറയാം. അത് പിന്നെ എനിക്കൊരു പായം തലവണ എടുക്കണം. ഞാൻ ആ ടെറസിൽ അങ്ങനെ പോയി കുറച്ചേരം നടുവ് നിറക്കട്ടെ എന്ന് പറയണം. ഓ സമാധാനം. അങ്ങനെ സച്ചി പായം തലവണ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം രേവതി പുറത്തേക്ക് വന്നു. ചന്ദ്രമതിക്കാണ് എന്തെന്നില്ലാത്ത സമാധാനമായി. അങ്ങനെ ആ ഒരു പ്രശ്നം ഒഴിവായി തീർന്നു. ആകെപ്പാട് ടെൻഷനായിരുന്നു സച്ചിയുടെ കാര്യം എടുത്തിട്ട്. സച്ചി ഇടുവോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും ആ പ്രശ്നം ഒന്ന് സോൾവ് ആയി വന്നു. ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യപൂർവ്വം ഇരിക്കാം. ആ ഒരു ചിന്തയോടുകൂടി ചന്ദ്രമതി അവിടെ നിൽക്കുമ്പോഴത്തേനും രേവതി, നിനക്ക് അവിടെ പണിയില്ലേ? നീ അവിടുത്തെ പണികളൊക്കെ പോയി ചേർക്കാൻ പറയണം. ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീകാന്തും വർഷയും കൂടെ കടന്നു വരുന്നത്. ശ്രീകാന്തും വർഷയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ആഹാ ഇത്ര പെട്ടെന്ന് ഷോപ്പിംഗ് കഴിഞ്ഞു നിൽക്കും. ഷോപ്പിംഗ് കഴിഞ്ഞു, ബാഗ് കൊടുത്തെന്ന് പറയണം. ഈ സമയം ശ്രീകാന്തിനോട് പറഞ്ഞു, നീ അവിടെ ഇരിക്കടാന്ന് പറയണം. അങ്ങനെ ശ്രീകാന്തിനെ വർഷനെ അവിടെ പിടിച്ചിരുത്തുവാണ്. പിന്നീട് രേവതിയോട് പറഞ്ഞു, രേവതി നീ പോയി ഫുഡ് എടുക്കാൻ പറയണം ഇവർക്ക് കഴിക്കാൻ. പെട്ടെന്ന് വർഷം പറഞ്ഞു, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ച ആന്റി എന്ന് പറയണേ. പുറത്തുനിന്ന് കഴിച്ചോ? ഇവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, ഇവൾക്ക് വിശക്കുവാന്ന് പറഞ്ഞുകൊണ്ട് വർഷ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ആന്റി, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ഫുഡ് കഴിച്ചെന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ. അപ്പോഴേക്കും ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയം രേവതി വെച്ച്, നീ എന്ത് കണ്ടോണ്ട് ഇവിടെ ഇരിക്കുക? നിനക്ക് പാമ്പല്ലേന്ന് ചോദിക്കുക. ഫുഡ് എടുത്ത് വെക്കാൻ പറയണം. അല്ല ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ പിന്നെ എടുത്ത് വെക്കാത്തേന്ന് പറയണം. പിന്നീട് അവിടെ ഇരുന്ന് വർഷയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മോള് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാൻ പറയണം. ഈ സമയം വർഷ ചോദിച്ചു, അല്ല ആന്റി റൂമൊക്കെ റെഡിയാണോന്ന് ചോദിക്കണം. റൂമൊക്കെ റെഡിയാന്ന് പറയണം. അന്ന് ഈ ബാഗ് കൊണ്ടേ വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വർഷ എഴുന്നേക്കുവാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു, എവിടെയാ അമ്മ ഏത് മുറിയിലാണ് കൊണ്ടേ വെക്കണ്ടേന്ന് ചോദിക്കുക. അത് പിന്നെ ആ സച്ചിയുടെ മുറിയിലേക്ക് കൊണ്ടേ വെക്കോളാം പറയണേ. സച്ചിയുടെ മുറിയോ? ആ സച്ചിയുടെ മുറി വെച്ചാൽ എങ്ങനെ ശരിയാന്ന് അവർക്ക് കിടക്കണ്ടേന്ന് ചോദിക്കുക. അതെ, തൽക്കാലത്തേക്ക് ആ മുറിയാ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്, അങ്ങോട്ട് കൊണ്ടേ വെച്ചാൽ മതി, അവിടെയാണ് ഇന്ന് നിങ്ങൾ കിടക്കണ്ടേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിന് ആകെപ്പാടൊരു കൺഫ്യൂഷൻ. കാരണം അവിടെ കിടന്ന പിന്നെ അവരെവിടെ കിടക്കും എന്നുള്ള കാര്യം. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയണം. അപ്പോഴേക്കും വർഷം അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ വർഷയോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യാം,
മോള് പോയി കുളിക്കാൻ പറയണം. ഇത് കേട്ടപ്പോൾ വർഷ പറഞ്ഞു, അതെ അമ്മ പറഞ്ഞില്ലേലും ഞാൻ കുളിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം കുളിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല എന്ന് പറയാം. അതല്ല പിന്നെന്താ ആന്റി, കാര്യം എന്താന്ന് ചോദിക്കാം. അത് പിന്നെ കുറെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചടങ്ങുകളോ? എന്ത് കാര്യങ്ങള്? അത് പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുമല്ലോ. ഈ ശാന്തി മുഹൂർത്തം. ശാന്തി മുഹൂർത്തോ? അതെന്താ? അതെന്ത് ചടങ്ങ്? അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലോ എന്ന് പറയണം. പെട്ടെന്ന് ശ്രുതിയോട് പറഞ്ഞു, ശ്രുതി നീ അന്ന് പറഞ്ഞു കൊടുക്കാൻ പറയണം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അത് പിന്നെ പക്ഷേ ഈ ശാന്തി മുഹൂർത്തം കുറിക്കല്ലേ കല്യാണം കഴിഞ്ഞിട്ട്, അതിനെക്കുറിച്ചാന്ന് പറയണം. ശാന്തി മുഹൂർത്തം എനിക്ക് അത്ര കൂടെ മനസ്സിലായല്ലോ. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ നമ്മൾ അടുത്ത തലമുറേനെ ഉണ്ടാക്കണമല്ലോ, ആ ഒരു ചടങ്ങുണ്ടല്ലോ അടുത്ത തലമുറയിലോ. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് മഴയ്ക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുവാണ് ശ്രുതി ഇത്. ഓ അങ്ങനെ ജനറേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വരട്ടെ, എങ്ങനെയൊക്കെ പറയണം. അതിനിപ്പോ ജനറേഷൻ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ലോ. ഇവിടെ അമ്മയ്ക്കാണെങ്കിലും 3 ആൺമക്കളുണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം? ജനറേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞല്ലോ എന്ന് പറയണം. ഉഫ് എന്റെ ദൈവമേ, ഇനി ഇവളോട് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഈ സമയം ശ്രീകാന്തിനോട് പറഞ്ഞു, നിനക്കറിയത്തില്ലടാന്ന് ചോദിക്കുകയാണ്. എനിക്കോ? അതെന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ എന്ന് പറയണം. ഓ അപ്പൊ അത് അതിനേക്കാളും വലിയ പൊട്ടൻ. അതെ നീ ഒന്ന് കയറി പോകാമെന്ന് ചോദിക്കുകയാണ്. നീ കയറിപ്പോയി ബാഗൊക്കെ കൊണ്ടേ വെക്കാനും പറഞ്ഞ് ശ്രീകാന്തിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ആ സമയത്ത് രേവതിയോട് പറഞ്ഞു, നീ എന്താ നോക്കി നിൽക്കുന്നത്? പോകാൻ പറയണ. രേവതി അങ്ങോട്ട് പോയി. അവസാനം ശ്രുതിയും വർഷയും ചന്ദ്രമതിയും മാത്രമേ. ചന്ദ്രമതി പറഞ്ഞു, അല്ല മോളെ, കല്യാണം കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ ശാന്തി മുഹൂർത്തം കുറിക്കാന്നൊരു ചടങ്ങുണ്ട്, അത് നടത്തണമെന്ന് പറയണം. പിന്നീട് ശ്രുതി പറഞ്ഞു, ഇതുവരെയായിട്ടും മനസ്സിലായില്ലേ? ഇല്ലാന്ന് വർഷ പറയണം. അത് പിന്നെ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം പറഞ്ഞു. ഓ അങ്ങനെ, എന്നാ പിന്നെ അങ്ങനെ പറയണ്ടേ, ഫസ്റ്റ് നൈറ്റ് ആന്ന്. എനിക്ക് അതും കൂടെ മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞ പിന്നെ എനിക്ക് അറിയാൻ കഴിയുമായിരുന്നു. അതെ, അത് ഫസ്റ്റ് നൈറ്റ് ആണ് നടക്കാൻ പോന്നെ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി അല്ലേന്ന് ചോദിക്കും. ആദ്യ രാത്രിയോ? കല്യാണം കഴിഞ്ഞിട്ടോ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു പോയെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടാൽ ചന്ദ്രമതി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ചന്ദ്രമതിക്ക് തലറങ്ങുന്ന പോലെ തോന്നി. ഇത്ര ഫാസ്റ്റാ? ഏ ഇതെന്താ ഇങ്ങനെ പറയണേ? ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞെന്നോ? ശ്രുതി എടുത്ത വായിക്ക് ചോദിക്കുകയാണ്. അതെ, ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു. ഇതിപ്പോ എത്രാമത്തെ നൈറ്റാന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കട്ടെ. 1 2 3 എന്നും പറഞ്ഞ് എണ്ണുവാണ്. പെട്ടെന്ന് ചന്ദ്രമതിയെ കയ്യിലേക്ക് കയറി പിടിച്ചു. വേണ്ട വേണ്ട, എണ്ണൊന്നും വേണ്ട. ചന്ദ്രമതിക്ക് ആകെപ്പാടെ നാണക്കേടായിപ്പോയി. ഈ പെൺകൊച്ചെന്താ ഇങ്ങനെയൊക്കെ? ഇതിന് 10 പൈസ കുറവുണ്ടോ എന്നൊരു ചിന്തയൊക്കെ ചന്ദ്രമതിയുടെ മനസ്സിലേക്ക് വരുവാണ്. എല്ലാം വെട്ടി തുറന്ന് പറയുന്നു. ഇതിനൊക്കെ ഒരു ഒളിയും മറയൊക്കെ വേണ്ടേ എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ വർഷയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വർഷ പറഞ്ഞു, ആന്റി ഞാൻ കണക്ക് കൂട്ടി പറയാം എത്രാമത്തെ നൈറ്റാന്ന്. വേണ്ട വേണ്ട, ഒന്നും പറയണ്ടെന്ന് പറയണം. തൽക്കാലം പോയി കുളിച്ചിട്ട് വരാൻ പറയണം. അതെന്തിനാ കുളിക്കണേ? ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞാന്ന് പറഞ്ഞല്ലോ, ഇനി കുളിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കുക. എന്നാലും അങ്ങനെയല്ലോ, ഒന്ന് പോയി കുളിച്ചിട്ട് വരാൻ പറയാം. അങ്ങനെ വർഷേനെ അങ്ങോട്ട് എഴുന്നേപ്പിച്ചു വിട്ട് കഴിഞ്ഞപ്പത്തിന് ചന്ദ്രമതി പറഞ്ഞു, ഇപ്പൊ എനിക്കാണോ തലയ്ക്കോളം അതോ ഇനി അവൾക്കാണോ? എന്തൊക്കെയാ ശ്രുതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ എന്ന് പറയാ. ചന്ദ്രമതി പറഞ്ഞു, ഈ ഇപ്പോഴത്തെ കുട്ടികൾക്കൊരു ഇത് പേര് പറയല്ലോ, 2K കിഡ്സോ അങ്ങനെ ഏതാണ്ട്. ഓ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെയായിരിക്കും അല്ലേന്ന് ചോദിക്കുവാണ്. എല്ലാം നേരത്തെ കഴിയുന്നേ. ഇത് കേട്ടപ്പം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പോ കല്യാണത്തിന് മുമ്പാണോ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷമാണെന്നുള്ള കാര്യം വർഷ പറഞ്ഞിട്ടില്ലോ എന്ന് പറയാം. എന്റെ മോൻ അത്രക്കാരനൊന്നും അല്ലെന്ന് പറയണം. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞ, അതുകൊണ്ടാണല്ലോ വർഷ കൈവിരലാൽ എണ്ണിക്കൊണ്ട് പോയത്, ദിവസം എണ്ണിക്കൊണ്ട് പോയെന്ന് പറയണം. എന്തേലും പറയാൻ പറ്റുമോ ചന്ദ്രമതിക്ക്? ചന്ദ്രമതിക്ക് ആ പൊഴയുടെ നാണക്കേടാപ്പി. ഈ സമയം ടെറസിന്റെ മുകളിൽ പോയി പായൊക്കെ വിരിച്ചിങ്ങനെ മാനത്തേക്ക് നോക്കി കിടക്കുവാണ് സച്ചി. അപ്പൊ സച്ചി മാനത്തേക്ക് നോക്കിയപ്പം നിലാവുണ്ട്, ഒരു ചന്ദ്രന് വന്നിട്ടുണ്ട്. ഓഹോ, അപ്പൊ നീയും ഒറ്റയ്ക്കല്ലേ അവിടെ? മോള് നീയും ഒറ്റയ്ക്ക്, താഴെ ഞാനും ഒറ്റയ്ക്ക്. നമുക്കിങ്ങനെ നോക്കി നോക്കി കിടക്കാം. ദേ പിന്നെ ഉറങ്ങുന്നോളം വരെ ഉള്ളൂ കേട്ടോ. ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അപ്പത്തേനും നീയും അങ്ങ് മാഞ്ഞു പോയല്ലോ. പിന്നെ നമുക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല, ഒരു പാട്ടൊക്കെ പാടി ആസ്വദിച്ച് കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ടെറസിന്റെ മുകളിൽ തന്നെ ഇടുന്നൊരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുവാണ്. ഈ സമയം ചന്ദ്രമതി ഹാളിലേക്ക് വന്നപ്പോഴത്തേന് രേവതി അങ്ങോട്ട് വന്നു. രേവതി ചോദിച്ചു, പാലൊക്കെ റെഡിയായെന്ന് ചോദിക്കുവാണ്. എല്ലാം റെഡിയായെന്ന് പറയണേ. എന്നാൽ ശരി, എല്ലാം കൂടെ മുറിയിലേക്ക് എല്ലാം കൊണ്ടേ വെക്കുക, ഇപ്പൊ തന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് വരുമെന്ന് പറയണേ. അങ്ങനെ ചന്ദ്രമതി നോക്കി കഴിയുമ്പോഴത്തേനുമാണ് വർഷ ഫോണിലൊക്കെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത്. വർഷനെ നോക്കി കഴിയുമ്പോൾ ചന്ദ്രമതി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഒരു ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. ഇന്ന് ആദ്യ രാത്രിയാണ്, ശാന്തി മുഹൂർത്തം കുറിക്കുന്ന ദിവസമാണ്. സാധാരണ സാരിയൊക്കെ എടുത്താണ് മുറിയിലേക്ക് കയറി പോകണ്ടേ. അതിന് പകരം ഒരു മുട്ടപ്പോ ഉള്ളൊരു ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. പെട്ടെന്ന് ശ്രീകാന്ത് അങ്ങോട്ട് വന്നു. ശ്രീകാന്തിനോട് ചന്ദ്രമതി ചോദിച്ചു, ഇതെന്ത് വേഷം ഇടാന്ന് നിൽക്കും? എന്താമ്മേ ഇവളെന്താ ഈ ഫ്രോക്കൊക്കെ ഇട്ടുണ്ടോ നിൽക്കുന്നത്? അവളുടെ വേഷം കണ്ടില്ലേ നിൽക്കും. അമ്മ അവൾ അങ്ങനെയാ. എടാ ഇന്ന് ശാന്തി മുഹൂർത്തം കുറിച്ചിരിക്കുക, അപ്പൊ സാരിയൊക്കെ എടുത്തോണ്ട് വേണ്ടേ വരാനെന്ന് ചോദിക്കും. അത് പിന്നെ അമ്മേ. അപ്പോഴേക്കും വർഷം വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മേ എന്താ കാര്യം ചോദിക്കാം. അതുപോലെ നിനക്ക് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളോ? എന്താ ഇതിനെന്താ കുഴപ്പമിരിക്കുന്നത്? അതെ ഇന്ന് ശാന്തി മുഹൂർത്തം കുറിക്കില്ല, അപ്പൊ ഈ ഡ്രസ്സ് ഇട്ടാണോ ശാന്തി മുഹൂർത്തത്തിന് കയറുന്നതെന്ന് ചോദിക്കണം. അതിനെന്താ കുഴപ്പം? ശാന്തി മുഹൂർത്തമാണല്ലോ, ഏത് മുഹൂർത്തമാണെങ്കിലും ഈ ഡ്രസ്സിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അതല്ല മോളെ, സാരി ഉടുത്തോണ്ട് വേണമെന്ന് പറയണം. സാരിയാ?
എൻ്റെ കയ്യിൽ അതിനധികം സാരിയൊന്നുമില്ല, ആകെപ്പാടെ ഒരു സാരി എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ എനിക്ക് സാരി ഉടുക്കാനും അറിയത്തില്ലെന്ന് പറയണേ. ഉടുക്കാൻ അറിയത്തില്ലേ? അതെ. ഇതിനു മുമ്പ് വീട്ടിൽ അവിടെ വെച്ച് സാരി ഉടുത്ത സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്താരാന്നറിയോ? ശ്രീകാന്ത് എന്നെ സാരി ഉടുപ്പിച്ചെന്ന് പറയാ. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ഒന്നുകൂടെ ഞെട്ടി. ശ്രുതിയും കൂടെ അപ്പോഴേക്കും അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് ശ്രുതിയുടെ നേരെ ചന്ദ്രമതി എന്ന് നോക്കുവാണ്. പിന്നീട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. ശ്രീകാന്ത് ഓടി മുറിയിലേക്ക് പോയി കഥ കടയ്ക്കുവാണ്. ഇപ്പോൾ മനുഷ്യനെ നാണം കെടുത്തും തോന്നേ. അല്ലെങ്കിൽ തന്നെ ആദ്യരാത്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആകെപ്പാടെ നാണക്കേടായിരുന്നു. അതിന്റെ കൂടെയാണ് ഇപ്പൊ സാരി ഉടുപ്പിക്കുന്ന കഥയും കൂടെ. ഓഹോ, അപ്പൊ അവനാണ് സാരി ഉടുപ്പിക്കുന്നത്. ഇത്രയും കാലമായി ഇന്ന് വരെ സാരിയുടെ ഒരു ഫ്ലീറ്റ് പിടിച്ചാലും പോലും തന്നൂടെ അവൻ കൂടിയിട്ടില്ല. ഭാര്യനെ എന്നിട്ട് സാരി ഉടുപ്പിക്കാൻ നടപ്പിക്കുന്നു. കൊള്ളാലോ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അവൻ ആകെപ്പാടെ മാറിപ്പോയി എന്നൊക്കെ ചന്ദ്രമതി മനസ്സിൽ കരുതുവാണ്. ആ സമയം വർഷ ചോദിച്ചു, എന്താമേ മോളെ, ഞാൻ പറഞ്ഞല്ലോ സാരി ഉടുക്കണമെന്ന് പറയണേ. ഈ സമയം എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞപ്പം അങ്ങോട്ടേക്ക് ഒന്ന് രേവതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ സാരി ഉടുപ്പിക്കാന്ന് പറയണം. വേണ്ട വേണ്ട, നീ സാരി ഉടുപ്പിക്കൊന്നും വേണ്ടെന്ന് പറയണം. അതെന്താ? രേവതി ചേച്ചി ഉടുപ്പിച്ച എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അവള് വേണ്ട, ഇവിടെ ബ്യൂട്ടീഷ്യൻ ഉണ്ടല്ലോ, ശ്രുതി ബ്യൂട്ടീഷ്യൻ അല്ലേ, അവള് നന്നായിട്ട് ഉടുപ്പിക്കും, മേക്കപ്പും ചെയ്തോളൂ, മോളം കൂടി ചെല്ലാൻ പറയണം. എന്നാ ശരി, ഞാൻ സാരി എടുക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, ഇതെന്താ മേനിക്ക, എനിക്കറിയത്തില്ല മോളെ. ഒരു രേവതി അവിടെ നിൽക്കുന്നതാണ്. രേവതി ചോദിച്ചു, നിനക്കകത്ത് പണിയൊന്നുമില്ലേ, നീ എന്തിനാ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു രേവതിനെ കൂടെ പറഞ്ഞു വിടുവാണ്. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, അവള് പറഞ്ഞത് കേട്ടോ, എനിക്കാണൊരു അന്താളിപ്പ തന്നെയാ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ? ഇത്രയും കാലം ശ്രീകാന്ത് എന്നെ പോലൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല ഞാൻ സാരി ഉടുക്കുന്ന സമയത്ത്. എന്നിട്ട് അവളെ സാരി ഉടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നു. ഇത് കേട്ടപ്പോഴേ ശ്രുതി പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ കണ്ടോ, ശ്രീകാന്ത് അടുക്കള ജോലിയൊക്കെ ചെയ്ത് ഇവിടെ കയറി ശ്രീകാന്ത് അടുക്കള ജോലിയൊക്കെ കയറി ചെയ്യും. പക്ഷെ ഇവളവിടെ ഇരിക്കത്തുള്ളൂ വർഷ, അവൾ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, വലിയ വീട്ടിലെ പെൺകുട്ടിയല്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. എന്നാലും ഇങ്ങനെയുണ്ടോ പെൺകുട്ടികള്? വലിയ വീട്ടിലാന്ന് ഓർത്തുണ്ട്. മോള് വലിയ വീട്ടിലൊക്കെ തന്നെയല്ലേ, എന്നിട്ട് മോള് ഇങ്ങനെയൊന്നും അല്ലല്ലോ. പക്ഷെ ഇപ്പൊ ഇവള് കാണിക്കുന്നുണ്ടോ? ഒന്നും അറിയത്തില്ല, പക്ഷെ അഹങ്കാരത്തിനൊരു കുറവില്ലെന്ന് പറയണം. അപ്പോഴേക്കും കഥ തുറന്ന് വർഷ അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് താക്ക് മാറ്റുവാണ് ചന്ദ്രമതി. ഇതേ മോളെ, മോളെ സാരി ഉടുപ്പിക്കൂട്ടോ. ഇതേ സുധ ചേച്ചി സാരിയൊക്കെ ഉടുപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അങ്ങോട്ട് സോപ്പിടുവാണ്. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി ഓർത്തു, എത്ര പെട്ടെന്ന് അമ്മ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കുമോ, താനില്ലാത്ത സമയത്ത് തന്നെ കുറ്റം പറഞ്ഞിട്ട് താനുള്ളപ്പോൾ തന്നെ കുറിച്ച് നല്ലത് മാത്രം പറയോ എന്നൊരു ചിന്തയൊക്കെ ശ്രുതിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് മുറിയിൽ ചെന്ന് സാരി ഉടുപ്പിക്കുവാണ് വർഷേനെ ശ്രുതി. അങ്ങനെ സാരിയൊക്കെ ഉടുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വർഷ പറഞ്ഞു, കല്യാണത്തിന് പോലും ഇത്ര വൃത്തിക്ക് ഞാൻ സാരി ഉടുത്തിട്ടില്ല. അല്ല ശ്രുതി ചേച്ചി അങ്ങനെ ഇതൊക്കെ അറിയാമെന്ന് ചോദിക്കാം. ഞാനൊരു ബ്യൂട്ടീഷ്യൻ്റെ അതുകൊണ്ട്. ഓ, അതുകൊണ്ടല്ലേ. പിന്നെ ഞാനിങ്ങനെ അധികം ഒന്നും മേക്കപ്പ് ഇടാറില്ല ചേച്ചി, കാരണം കല്യാണത്തിന് മാത്രം ഇട്ടോളൂ, പിന്നെ അങ്ങനെ ഇട്ടിട്ടൊന്നും ഇല്ലാന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, കുറച്ച് മേക്കപ്പ് ഒക്കെ ഇടാന്ന് പറയും. എന്തിനാ? അത് കുറച്ച് കഴിയുമ്പോഴത്തേനും മേക്കപ്പ് ഇട്ടാൽ അതും കൂടെ പോകത്തില്ലേ, പിന്നെ എന്തിനാ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടെന്ന് ചോദിക്കുക. അങ്ങനെയല്ലല്ലോ, ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഇല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും വർഷം പറഞ്ഞു, ആ പ്രത്യേകത ഒന്നും ഇല്ല ചേച്ചി, അതൊക്കെ പണ്ടേ കഴിഞ്ഞു പോയതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് ചിരിയാണ് വന്നത്. വർഷയുടെ മനസ്സിലൊന്നുമില്ല, അവള് എന്തെല്ലാം വെട്ടി തുറന്നങ്ങനെ പറയുന്നൊരു ക്യാരക്ടർ ആണല്ലോ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.